അങ്ങനെ നമ്മൾ ചേച്ചിയെ കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പം നമ്മളെന്തായാലും നേരത്തെ ഇറങ്ങും കേട്ടോ ഇവിടെ നിന്ന്. കാര്യം നമുക്ക് തിരിച്ച് പോകണം, നമ്മൾ ഇന്ന് നിൽക്കുന്നില്ല. അപ്പം ഇന്ന് വൈകിട്ട് ഞങ്ങൾ പോവും. അങ്ങനെ നമ്മൾ ബാൽക്കണിയിൽ പോയി നിന്നപ്പോൾ താഴെ പാട്ടിട്ടിട്ട് കുട്ടികളുണ്ടല്ലോ, അവിടുത്തെ കുട്ടികൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നും കൂടി റൂമിൽ പോയി ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ നേരെ താഴോട്ട് പോവാണ്. അടുത്ത ലക്ഷ്യം നമ്മുടെ ഫുഡാണല്ലോ മെയിൻ. അങ്ങനെ അത് കഴിക്കാൻ നല്ല മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, സാലഡ്, പിന്നെ അച്ചാറിൻ്റെ കാര്യം എടുത്ത് പറയണം. ബീട്രൂട്ട് അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരമായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ കണ്ണൂർ സ്റ്റൈലിൽ അൽസ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ഞങ്ങളുടെ അവിടെയൊന്നും ഇല്ല, അത് കണ്ണൂർ സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ആ സംഭവം. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഇത് സെപ്പറേറ്റാണ് കഴിക്കാനുള്ളത്, ഇതിൽ കൂടി ഇല്ല കേട്ടോ ഞാൻ. അങ്ങനെ എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കഴിക്കുക. എന്നിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി. ഞങ്ങൾക്ക് 3 മണിക്ക് അവിടെ നിന്നൊരു ബസ് ഉണ്ട് എന്ന് പറഞ്ഞ് കണ്ണൂരോട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പോകണമല്ലോ, അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ പോയത് കണ്ണൂർ കോക്ടെയിൽ കുടിക്കാനാണ്. കുറേ നാൾ കൊണ്ടിങ്ങനെ വിചാരിച്ചു. ഞാൻ ഒരു വട്ടം കുടിച്ചിട്ടുണ്ട്, പിന്നെ ഇവർക്ക് കുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വിട്ടു. 5 മണിക്ക് ട്രെയിനിന് നമ്മളവിടെ 4:45 എത്തി. നമ്മൾ വെപ്രാളപ്പെട്ട് ഓടുകയാണ്, കാര്യം ജനറൽ ആയതുകൊണ്ട് സീറ്റ് കിട്ടുമെന്ന്. പെട്ടെന്ന് തന്നെ നമ്മൾ മാംഗ്ലൂരും എത്തി അതിനിടയ്ക്ക്. അങ്ങനെ നമ്മൾ റൂമിലോട്ട് പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.